നത്തിങ് മോർ ടു സേ. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഹാപ്പി കാര്യങ്ങളും ചാലഞ്ചിങ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഒരു ഡാൻസറിന് ഏറ്റവും എന്താ പറയാ ഭയാനകമായ ഒരു കാര്യം എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് പ്രിയ ടീച്ചറിനെ പോലെ ഒരു മോഹിനിയാട്ടം ഡാൻസറിന് ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുന്നു. അത് ടീച്ചറിനെ നല്ല നല്ല രീതിക്ക് അതിന്റെ പെയിനാണ്. അത് നമ്മൾ ബുക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കോളേജിലൊക്കെ ഞാൻ പഠിച്ച ടൈമിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒന്നും, ആ തണ്ടർ ലൈക്ക് പെയിൻ അതൊക്കെ പറയുമ്പോൾ തന്നെ, അല്ലെ ലൈറ്റ്ലിംഗ് ലൈക്ക് പെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മളിങ്ങനെ ചിന്തിക്കും, ഓ മൈ ഗോഡ് ഇതൊന്നും ആർക്കും വരരുത്. അതെല്ലാ അസുഖവും ശരി, നമ്മൾ പ്രാർത്ഥിക്കും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ. പക്ഷെ ടീച്ചറിന് അത് വന്ന് ടീച്ചർ അത് തരണം ചെയ്തു എന്നുള്ളതാണ്. ഷീ സ്റ്റിൽ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഇറ്റ് ത്രൂ ഡാൻസ്. അതിനെ പറ്റി രണ്ടു വാക്ക് ടീച്ചർ പറയും. ടീച്ചറിന് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ് എനിക്കറിയാം, ബട്ട് ടീച്ചറെ പീപ്പിൾ ഷുഡ് നോ. ടീച്ചർ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു ഇനിഷ്യൽ ഫേസിൽ ഞാൻ ടീച്ചറിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരത്തി ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്ത് എനിക്ക് തോന്നുന്ന നെർവ് എൻഡിങ്സിൽ ആൽക്കഹോൾ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് അപ്പോഴും പേരൻസ് ആണ് സഹായിച്ചത്. ടീച്ചറിന്റെ സ്റ്റുഡന്റിന്റെ പേരന്റ് ആണ് നല്ലൊരു ഡോക്ടറിനെ കണ്ടെത്തി റെഫർ ചെയ്ത്. അദ്ദേഹം ഒരു മക്സിലോഫേഷ്യൽ സർജൻ ആണെന്ന് തോന്നുന്നു. അതെ, അല്ല അവര് ഇവിടെ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അവരുടെ ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. പക്ഷെ അപ്പനോട് തന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുപോലെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ മുഖം എല്ലാം കണ്ടു ഭയങ്കര വേദന മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. വേദനിക്കുന്നു മാത്രമേ എനിക്ക് മനസ്സിലാവട്ടെ. ആ വേദനയിലും ക്ലാസ്സിൽ പോവും, വാ തുറക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വേദന മാത്രം. ക്ലാസ് തുടങ്ങാതിരിക്കാനായിട്ട് ക്ലാസ്സിൽ പോകും. അങ്ങനെ അവര് പാരന്റ് ക്ലാസ്സിനകത്തോട്ട് ടീച്ചർ എന്താ പറ്റിയോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മൈഗ്രെയിൻ ആണ് തോന്നുന്നത്, നമുക്കത് മാത്രമല്ല അറിയുള്ളൂ. അപ്പൊ മൈഗ്രെയിൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പൊ ദിസ് നോട്ട് മൈഗ്രെയിൻ എന്നാണ് അവിടെ പറഞ്ഞത്, ഇത് സംതിങ് വേറെ എന്തോ ആണ് എന്ന് പറഞ്ഞ് അവരാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എന്നത്. അവര് അതുപോലെ വേറൊരു ഡോക്ടറുണ്ട്, രണ്ടുപേരും ഇങ്ങനെയുള്ള കുറച്ച് നല്ല പാരന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അവരും എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പിന്നെ കൊല്ലത്തേക്ക് ട്രാവൽ ചെയ്യാണ് ട്രീറ്റ്മെന്റിനായിട്ട്. അവിടെ ഡോക്ടർ വൈശാഖ് സുഗുവിന്റെ അണ്ടറിലായിരുന്നു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഞാനിങ്ങനെ ഇതുപോലെ പെയിൻ വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും, അദ്ദേഹം ഇവിടുന്ന് ട്രീറ്റ്മെന്റ് പറയും, അല്ലെങ്കിൽ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ. പിന്നെ മെന്റലി തകർന്നു പോകും. അപ്പൊ കാരണം ആ ഒരു നിമിഷത്തില്, കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മള് ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ, ഡിപ്രഷൻ ആണോ എനിക്കതറിയില്ല എന്താ സംഭവം എന്ന്. നമ്മളല്ലാത്ത അവസ്ഥ ആവുന്നു. ഈ വേദന മാത്രമേ ഉള്ളൂ. എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴും ആർക്കും ഐഡന്റിഫൈ ചെയ്യാനും പറ്റത്തില്ല. ഈ പെയിൻ 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 അത് മാത്രം. അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രം അറിയാവുന്ന കൊടൂരമായിട്ടുള്ള വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. ടീച്ചർ എങ്ങനെയാ തരണം ചെയ്തത്? തീർച്ചയായും ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അത് കറക്റ്റ് പ്ലേസിൽ നമ്മൾ എത്തിക്കുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് വരൂ എന്നല്ല, നമ്മളെ അതിലേക്ക് നയിക്കുന്നതാണ് ഭഗവാന്റെ. നമ്മൾക്ക് അങ്ങനെയാണ് ഭഗവാനെ തൊട്ടറിയാൻ പറ്റുക, അല്ലെങ്കിൽ ദൈവത്തെ തൊട്ടറിയാൻ പറ്റുക. ഞാൻ അന്ന് ആ കൊല്ലത്തെത്തുന്നതും ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതും ഇതൊന്നും ആർക്കും മനസ്സിലാവണ്ട. വേദനിക്കുന്നു എന്ന് പറയും, പക്ഷെ ഞാൻ മാക്സിമം വേദന പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ ശ്രമിക്കും. ഞാൻ ക്ലാസ്സിന് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും സന്തോഷം കണ്ടെത്തി ക്ലാസ്സിൽ പോകാനായിരുന്നു. ആ സമയത്ത് മൈക്ക് വെച്ച് ക്ലാസ് എടുക്കുന്നു. കുട്ടികളോട് ഞാൻ പറയും എനിക്ക് സംസാരിക്കാൻ വയ്യ, പക്ഷെ കുട്ടികൾ മനസ്സിലാക്കും കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് കുറച്ച് ചില പാരന്റ്സുകളൊക്കെ എന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല അതൊന്നും. അപ്പൊ അതൊക്കെ വളരെ അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്ത് എൻ്റെ അടുത്ത് ഡോക്ടർ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവിടുത്തെ എന്താണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയയുടെ ഒരു ഇന്റർവ്യൂ വേണം, കാരണം ഇതെങ്ങനെ ചെയ്തു. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയയുടെ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ. കാരണം ഇതുപോലെ വേദനിച്ചിട്ട് പലരും വന്നിട്ട് ആളുകൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനാണ്, വേദന തോന്നലാണ്, വേദന ഇതൊക്കെയാണ് പറഞ്ഞിട്ട് ഒരു 15 വർഷമായിട്ട് ഒരു ലേഡി അനുഭവിച്ച ഒരു വേദന ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയ ഒന്ന് പറയൂ, അവർക്കൊന്ന് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ എനിക്ക് മനസ്സിലാവും, ഡോക്ടർ വൈശാഖ് ഡോക്ടർ പറഞ്ഞെടുത്ത് എനിക്കത് മനസ്സിലാവും. പക്ഷേ വേറൊരാൾക്കത് മനസ്സിലാവാത്തത് പുറമെ ഒന്നും സ്വല്യം പോലും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഉള്ളില് സഹിക്കാൻ പറ്റാത്ത, ഉള്ളിൽ സഹിക്കാൻ പറ്റാത്ത, ചിരിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്നിട്ട് ഈ 15 വർഷം വേദനിച്ച നോർമലായിട്ട് മുഖം പോലും കഴിയാൻ ടീച്ചർ ബുദ്ധിമുട്ട് കാണുമല്ലോ. തീർച്ചയായിട്ടും ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ഉറങ്ങും നമ്മള്, അങ്ങനെയൊക്കെയുള്ള ഒരു ആ വേദന കൊണ്ടൊരു ക്ഷീണം വന്നിട്ട് വേദന കൊണ്ട് ഈ പെയിൻ കില്ലർ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങും.
എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ട്. പക്ഷെ ആ ഡോക്ടർ അത്രയും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരില്ല. ഇപ്പോഴും എന്ത് വന്നാലും എനിക്ക് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും വെളിപ്പുറത്ത് ഡോക്ടർ ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ പറയില്ല, ഇത് ഈ അസുഖം കൊണ്ട് നമ്മള് അനുഭവിച്ച വേദനയെ ഞാൻ മറികടന്നിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നൃത്തം. ഫാമിലി ഇല്ല എന്നല്ല കേട്ടോ, ഫാമിലി സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മൾ വേദനിക്കുമ്പോൾ അവർക്കൊരു വിഷമമുണ്ട്, തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ ഡാൻസ് ചെയ്യുമ്പോഴും ഡാൻസ് പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഈ വേദനയിലും നമ്മൾ കുറച്ച് കേട്ട് എന്തെങ്കിലും കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴും ഒക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് ഒരു തോട്ട് വരും, അത് അങ്ങനെ ചെയ്താലല്ലായിരിക്കും, ഇതിങ്ങനെ ചെയ്ത. അപ്പൊ ഇതൊക്കെ ഒരു ടീച്ചർ പതുക്കെ പതുക്കെ വീണ്ടും പെർഫോമൻസിലേക്ക് ഞാൻ തിരിച്ചു വന്നു. കാരണം അത് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ആനന്ദമാണത്. അതിനേക്കാളും ഒരുപാട് പേര് ഭയക്കും ഇങ്ങനത്തെ ഒരു സ്റ്റോറി പുറത്തു പറയാം. കാരണം ടീച്ചർ ഒരു ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്. അതിൽ ഭാവാഭിനയത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ചാലഞ്ചാണ്. എന്നിട്ടും ടീച്ചർ അത് പബ്ലിക്കായിട്ട് പറഞ്ഞു. ടീച്ചറിന്റെ 2023 പ്രയുക്തിയില് സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടിയൊരു മൊമെന്റ് ആണ്. ഞാൻ ടീച്ചറിന്റെ പെർമിഷൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഞാനായിരുന്നു അവതരിപ്പിച്ചത്. ഇറ്റ്സ് ബ്ലെസ്ഡ്. പക്ഷെ അത് ടീച്ചർ അത് പുറത്ത് പബ്ലിക്കിൽ അറിയിക്കണം എന്നുള്ള ആ ഒരു ധൈര്യം എങ്ങനെ ടീച്ചർ കിട്ടി? അത് എൻ്റെ അടുത്ത് ഡോക്ടറും കൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഇതുപോലെ വേദന അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ എന്താണ് വേദന എന്ന് അറിയുന്നില്ല. പലരുടെയും കാണാറുണ്ട് വേദന മൈഗ്രെയിൻ ആണ്, അല്ലെങ്കിൽ ചിലവർ പറയും അയ്യോ ഡിപ്രഷൻ ആണ് എന്നൊക്കെ പറയും. പക്ഷെ അത് ഡിപ്രഷനും മൈഗ്രെയിനും ഒന്നും അല്ല. കാരണം ഒരിക്കലും ഡാൻസറെ പോലെ ഇങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ഒത്തിരി ഡിപ്രഷൻസ് ഒന്നും വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. വേദന വരുമ്പോൾ വേദനയുള്ള സമയത്താണ് അത് ഉണ്ടാവുക. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറയും പ്രിയക്ക് അത് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും അത് അറിയണം ആളുകൾ. ഈ വേദന ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുണ്ട്, ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് അറിയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല ഇത് പറയാനും. ഇത് ജനങ്ങൾ അറിയാത്തവർക്ക് അതുവരെ ഉപകാരപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു കാര്യമുണ്ട്, ടീച്ചർ എന്താ പറയാ നല്ലോണം ഈ സ്ട്രെസ്സും ഡെഡിക്കേഷനും ഒക്കെ എടുക്കുന്നത് ടീച്ചറിന്റെ കുട്ടികളുടെ പെർഫോമൻസ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർ അവരിലൂടെയാണ് ആ ഒരു അഭിമാനം കണ്ടെത്തുന്നത് ആസ് എ ടീച്ചർ. ഓക്കെ ടീച്ചർ, അപ്പോ നമ്മുടെ മക്കള്